ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ചങ്കേ. ടിപ്പണിയൊക്കെ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ 4 മാർക്കിന്റെ ചോദ്യമല്ലേ, അപ്പൊ അതിനൊരു ഹെഡിങ് കൊടുക്കണം. ഒരു ഹെഡിങ്ങും കിട്ടിയില്ലേ നിങ്ങൾ ആ കവിതയുടെ പേരെന്ന് എന്ത് ചെയ്താൽ മതി, ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. ഒരു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മാർക്കൊന്നും സ്കോർ ചെയ്തില്ലെങ്കിൽ ഒരു ഇംപ്രഷൻ കിട്ടാനെങ്കിലും ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് ഉപകാരമാവും. അപ്പൊ ഞാനിവിടെ അകാലോ ഉസ്കെ ബാദ് എന്നുള്ള കവിതയുടെ പേര് തന്നെയാണ് ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് നിങ്ങൾ കവിയെ ഒന്ന് പരിചയപ്പെടുത്തണം. കവിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കവിയുടെ പേരെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാൻ ഏതായാലും ഇവിടെ 1-2 സെന്റൻസിലൂടെ കവിയെ കുറിച്ച് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഹിന്ദി സാഹിത്യके प्रगतिशील साहित्यकार नागार्जुन द्वारा लिखा हुआ एक सुंदर कविता है अकाल और उसके बाद. അതായത് ഹിന്ദി സാഹിത്യത്തിലെ പുരോഗമനവാദിയായ സാഹിത്യകാരനായ നാഗാർജുൻ എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് അകാൽ ഓർ ഉസ്കെ ബാദ്. ഈ ഡയലോഗ് നിങ്ങൾക്ക് ഹിന്ദിയിലെ ഏത് കവിതയുടെ ആശയം ചോദിച്ചാലും എഴുതാം. അതിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് മാറ്റി കൊടുത്താൽ മതി, ആ എഴുത്തുകാരന്റെ പേരും അതേപോലെ തന്നെ കവിതയുടെ പേരും ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ടൂട്ടാപാഹിയുടെ ടിപ്പണിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു നാഗാർജുൻ എന്നുള്ളടത്ത് നമ്മുടെ ധർമ്മവീർ ഭാരതി എന്ന് വെച്ചുകൊടുക്കുക. അതേപോലെ അകാൽ ഓർ ഉസ്കെ ബാദ് എന്നുള്ളടത്ത് ടൂട്ടാപാഹി എന്ന് വെച്ചുകൊടുക്കുക. ഇത്ര സിമ്പിൾ ആണ്. ആ ഒരു സെന്റൻസ് വരുമ്പോൾ തന്നെ ഈ പേപ്പർ നോക്കുന്ന വാല്യുവേറ്റർ അങ്ങോട്ട് ഫ്ലാറ്റ് ആയിക്കോളും. എന്തായാലും അവിടെ നിങ്ങൾക്ക് ഒരു 1/2 മാർക്കോ 1 മാർക്കോ അപ്പം തന്നെ കിട്ടും. ഓക്കെ, എന്നിട്ട് ബാക്കി ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ബാക്കി എഴുതുന്നത് എന്താ വെച്ചാൽ, लोक जीवन പ്രകൃതി और സമകാലീൻ രാജനീതി ആപ്കി രചനാओं മുഖ്യ വിഷയ ഹെ. അതായത് നമ്മുടെ എഴുത്തുകാരനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള നാഗാർജുൻ എങ്ങനെയുള്ള ആളാണ് പറഞ്ഞത്, അദ്ദേഹം നമ്മുടെ ഈ പൊതുജനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ രാജനീതി അതായത് പൊളിറ്റിക്സ് അല്ലെ, ഇന്നത്തെ പൊളിറ്റിക്സ് സമകാലീൻ പൊളിറ്റിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്നാണ് പറഞ്ഞത്. ഇനി ഇസ് കവിതാമേ നമുക്കിപ്പോ പഠിക്കാനുള്ള ഈ ഒരു കവിതയില് കവി അകാൽ കി ദയനീയ സ്ഥിതി കാ വർണ്ണൻ കർത്തേ ഹെ. ക്ഷാമകാലത്തിന്റെ ദയനീയമായ സ്ഥിതിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. വർണ്ണൻ കർത്തേ എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്നത്. അകാൽ കാ സമയ അതായത് ഈ ക്ഷാമകാലത്ത് കേവൽ മാനവ് പർ ഹി നഹി, അതായത് കേവലം മനുഷ്യർ മാത്രമല്ല, പൂരേ സമാജ് പർ പടുത്തേ ഹേ, എല്ലാ സമൂഹം മുഴുവൻ, അതായത് ജീവനുള്ള ജീവനില്ലാത്തമായ സമൂഹത്തിലെ എല്ലാവരും അതിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഈ ക്ഷാമം ബാധിക്കുന്നുണ്ട്. പ്രസ്തുത കവിതാമേ, ഈ ഒരു പ്രസ്തുത കവിതയിൽ പ്രത്യക്ഷ രൂപസെ മനുഷ്യക്കോ ചിത്രൻ നഹി ഹെ. പ്രത്യക്ഷ രൂപത്തിൽ അതായത് നമുക്ക് കാണെ എന്ത് ചെയ്യുന്നില്ല, മനുഷ്യനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ബൽക്കി നേരെ മറിച്ച് കവി കഹത്തെ ഹേ കി, ഇവിടെ ഞാൻ കർത്തേ എന്നാണ് എഴുതിയത്, ഒന്ന് മാറ്റണം. കഹത്തെ ഹാ ഒക്കെ കൊണ്ടോ, ഒന്ന് ചെറിയൊരു അക്ഷര തെറ്റാണ് എഴുതിയപ്പം. കവി കഹത്തെ ഹേ കി, കവി പറയുകയാണ്. എന്താ പറയുന്നത്, അകാൽ കെ സമയ പർ അതായത് ക്ഷാമകാലത്ത് ഗർ കി സബി ജീവ് ജന്തുവും ഓർ നിർജീവ വസ്തുവും കെ ഹാലത് ബി ദയനീയ ഹേ. ക്ഷാമകാലത്ത് ഒരു വീട്ടിലെ എല്ലാ സബി ജീവ ജന്തു എന്ന് പറഞ്ഞ എല്ലാ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ എന്താ നിർജീവ വസ്തുവും ജീവനില്ലാത്ത വസ്തുക്കളുടെയും അവസ്ഥ ഹാലത്ത് എന്താണ്, ദയനീയ ഹേ, വളരെ ദയനീയമാണെന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മുടെ കവിതയിൽ ഏത് വരിയെന്ന് നിങ്ങൾക്ക് ടിപ്പണി ചോദിച്ചാൽ, ചിലപ്പോൾ ആദ്യത്തെ 4 വരി തന്നിട്ടായിരിക്കും ടിപ്പണി ചോദിക്കുക, അല്ലെങ്കിൽ അവസാനത്തെ 4 വരി തന്നിട്ടായിരിക്കും. എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇതേ ടിപ്പണി തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് അപ്റ്റായിട്ട് അതന്നെ അങ്ങനെ അതേമാതിരി എഴുതുക. ഇനി നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിന്റെ മീനിങ് ആണ് ഇനി അടുത്തതായിട്ട് 2ാമത്തെ പാരഗ്രാഫിലൂടെ എഴുതുന്നത്. അപ്പൊ അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ ആശയം കേട്ടോ. മീനിങ് എന്ന് പറഞ്ഞാൽ ആശയം അടക്കമുള്ള മീനിങ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളി. കവിത की पहली 4 पंक्तियों में, കവിതയുടെ ആദ്യത്തെ 4 വരികളിൽ കവി अकाल के समय एक घर में रहने जीव जंतुओं और निर्जीव वस्तुओं की दयनीय स्थिति पर वर्णन करते हैं. നമ്മൾ എഴുതിയ അതേ കാര്യം തന്നെയാണ് പറഞ്ഞതേ കാര്യം തന്നെയാണ് പറയുന്നത്. കവിതയുടെ ആദ്യത്തെ 4 വരികളിലൂടെ ഒരു വീട്ടിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും ദയനീയമായ അവസ്ഥയാണ് കവി സൂചിപ്പിക്കുന്നത്, എല്ലാം വർണ്ണിക്കുന്നത്. ഇനി ഗർമേ കൈ ദിനോ തക് ഭോജൻ നഹി താ. ഭോജൻ എന്ന് പറഞ്ഞാല് ഖാന, ഭക്ഷണം അല്ലെ. അപ്പൊ വീട്ടില് കൈ ദിനോ തക്ക് കുറെ ദിവസങ്ങളായിട്ട് എന്തില്ല, ഭോജൻ നഹി താ, ഭക്ഷണമില്ല. അതുകൊണ്ട് എന്താ, ഇസ്ലിയെ അതുകൊണ്ട് ചക്കി ഓർ ചുൽഹാക്കോ കോയി ഉപയോഗ നഹി താ, നമ്മുടെ അടുപ്പിനും അരക്കലിനും എന്തില്ല, കോയി ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇസ്തേം അല്ലെ, ഉപയോഗം ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കണേ, എത്തോ അതിനാൽ കവി കഹത്തെ ഹേ, കവി പറയുകയാണെന്ത്, ഈ ചക്കി ഓർ ചുൽഹ ദുഃഖിത് ഹേ. അപ്പൊ ഉപയോഗമില്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പും ആട്ടുകല്ലും വളരെ ദുഃഖിതരാണെന്നാണ് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് വരികളിലൂടെ തന്നെ കവി സൂചിപ്പിക്കുന്നത്.
കവിനെ ഏക് കാനി കുത്തിയ കാബി ഉല്ലേഖ് കിയാ ഹെ. ഉല്ലേഖ് കർണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പരാമർശിക്കുക എന്നൊക്കെയാണ് അർത്ഥം, അല്ലെ സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ കവി ആരെ സൂചിപ്പിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്? ഏക് കാനി കുത്തിയ കോ ഹാലത്തില്, അതായത് ഒരു ഒറ്റക്കണ്ണിയായ നായയുടെ അവസ്ഥയും സൂചിപ്പിക്കുന്നുണ്ട്. ജോ, ആ നായ എന്ത് ചെയ്യാണ്? ഭോജൻ കെ ആനെ കി പ്രതീക്ഷാമേ, അതായത് ഭക്ഷണം എത്തുമെന്നുള്ള പ്രതീക്ഷയില് ചുൽഹെ കെ പാസ് സോ രഹി ഹേ, ഈ അടുപ്പിനടുത്ത് എന്ത് ചെയ്യാണ്? സോത്തെ ഹേ, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭോജൻ കി തലാഷ് മേ, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്, തലാഷ് കർണ എന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിക്കുക എന്നർത്ഥം. അപ്പൊ ഭോജൻ കി തലാഷ് മേ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ, ദീവാരോം പർ, ചുമരുകളിൽ, നമ്മൾ പറഞ്ഞ ബീത്ത് എന്ന് പറഞ്ഞല്ലേ, ബീത്ത് എന്ന് പറഞ്ഞാലും മതി. അപ്പൊ എന്തായാലും ദീവാരോം പർ, ചുമരുകളിൽ, ഗുംതേ, ഗുംന എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞടക്കുക, വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. അപ്പൊ ഗുംതേ, അലഞ്ഞു തിരിയുന്ന, ചിക്കലിയോം, പല്ലികളും, അതേപോലെ തന്നെ എന്താ, ഓർ ഭോജൻ കെ ബിന, ഭക്ഷണമില്ലാതെ, ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ ഇല്ല എന്നൊക്കെ. അപ്പൊ ഭോജൻ കെ ബിന, ഭക്ഷണമില്ലാതെ, സംഘർഷ് കർ രഹേ, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന, സംഘർഷ് കർ രഹേ, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക അല്ലെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന, ചൂഹോം കി ദുർദശ, ദുർദശ എന്ന ദയനീയ അവസ്ഥ അല്ലെ. അപ്പൊ ചൂഹോം കി ദുർദശ എന്ന് പറഞ്ഞാല് എലികളുടെ ദയനീയ അവസ്ഥയും കവി യഹാം വർണ്ണൻ കർത്തേ ഹേ, കവി ഇവിടെ വർണ്ണിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ആദ്യത്തെ 4 വരികളുടെയും ആശയങ്ങൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ചു. ഇനി അവസാനത്തെ 4 വരികളുടെ ആശയം എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ, അതുകൂടി കഴിഞ്ഞാൽ ടിപ്പണി കഴിഞ്ഞു കേട്ടോ. അതായത് കവിതാക്കി ദൂസരെ ഖണ്ഡ് കി 4 പങ്ക്തിയോമേ, കവിതയുടെ രണ്ടാമത്തെ ഖണ്ഡ്, ഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റാൻസ എന്നൊക്കെ പറയും. അപ്പൊ കവിതയുടെ രണ്ടാം ഭാഗത്തിന്റെ ആ 4 വരികൾ, അതായത് ആഖിരി 4 പങ്ക്തിയോം, അവസാനത്തെ 4 വരികളിൽ കവി അകാൽ കെ ബാദ് കാ സമയ പർ സൂചിത് കർത്തേ ഹേ, ക്ഷാമത്തിന് ശേഷമുള്ള സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. കവി ബതാത്തെ ഹേ, ബതാന എന്നൊക്കെ പറഞ്ഞാൽ പറയുക അല്ലെങ്കിൽ സംസാരിക്കൽ. അപ്പൊ കവി ഇവിടെ പറയാണ്, എന്താ പറയുന്നത്? കൈ ദിനോ കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? ജബ് അനാജ് ഗർ പഹുഞ്ചോ, വീട്ടിൽ എപ്പോഴാണോ ഭക്ഷണം എത്തിച്ചേർന്നത്, പഹുഞ്ചന എന്നൊക്കെ പറഞ്ഞാൽ എത്തിച്ചേരൽ. അപ്പൊ അനാജ് പഹുഞ്ചോ, ഈ ധാന്യം, അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യം, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ധാന്യം എത്തിച്ചേർന്നപ്പോൾ घर के सभी लोगों को, വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ആംഖേം, കണ്ണുകൾ എന്ത് ചെയ്തു? ഖുഷി സേ ഭർ ഗയി, സന്തോഷത്താൽ നിറഞ്ഞു. അല്ലെ, നമ്മളെ ആ കവിതയിൽ പറഞ്ഞ ചമക്കുടി ഗർഭർ കെ ആങ്കെ എന്നാ പറഞ്ഞത് അല്ലെ, കണ്ണുകൾ പ്രകാശിതമായി എന്ന്. അപ്പോ കണ്ണുകൾ പ്രകാശിതമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിച്ചു. കവിനെ ഗുബ്സൂരത്തി സെ വർണ്ണൻ കിയാ ഹെ, കവി ഗുബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ മനോഹരം എന്നർത്ഥം. അപ്പൊ ഗുബ്സൂരത്തി സെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. എന്താണ്? കി കൈ ദിനോ കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, ജബ് ആംഗൻ സെ ഊപ്പർ ദുവാം ഉടുത്താ ഹേ, അതായത് എപ്പോഴാണോ ഈ ആംഗൻ സെ ഊപ്പർ, മുറ്റത്തിന് മുകളിലൂടെ ദുവാം ഉടാ, പുക ഉയർന്നത്, ആ സമയത്ത് എന്താ വെച്ചത്? ഉടുത്താ ദേക്ക, പുക ഉയർന്നത് കണ്ടപ്പോൾ, ഖൈസെ, എങ്ങനെയാണ്, കൗവേനെ, കാക്കകള്, ഖുഷീസെ, എത്ര സന്തോഷത്താൽ എന്ത് ചെയ്തു? അപ്പനെ പാങ്കേം ഗുജലായി, തങ്ങളുടെ ചിറകുകൾ ഇങ്ങനെ ചൊറിഞ്ഞത് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് കവി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതില് സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പരാമർശിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മള് ആ ഒരു 8 വരികളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ ടിപ്പണിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഈ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മച്ചാനെ ഒരിക്കലും നിങ്ങൾ മറക്കൂല. അതേപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ മറന്നു പോകും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അക്ഷരതെറ്റുകൾ ഉണ്ടാവും. അപ്പൊ കഴിയുന്നതും നിങ്ങൾ അക്ഷരതെറ്റുകൾക്കൊന്നും വല്ലാണ്ടൊന്നും മാർക്ക് കുറയ്ക്കില്ല, എന്നാലും നിങ്ങൾ കഴിയുന്നതും അക്ഷരതെറ്റില്ലാതെ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ കൂടും, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും അത് സഹായിക്കും. ബാക്കി തെറ്റുള്ളതിനും ചിലപ്പോൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അക്ഷരതെറ്റ് വരാതെ എഴുതാനും എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയിട്ടൊക്കെ പഠിക്കാം. 4 മാർക്കിനായാലും 5 മാർക്കിനായാലും 6 മാർക്കിനായാലും ഈ ഒരു ചാപ്റ്ററിന് ഏത് ടിപ്പണി ആയാലും ശരി, ആശയായാലും ശരി, എന്ത് കുന്തം ചോദിച്ചാലും മക്കൾ ഇതന്നെ അങ്ങോട്ട് എഴുതിക്കൊണ്ടിട്ടോ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് മുമ്പ് കണ്ട് തുടങ്ങിയാലോ? ദാ ഈ ഒരു പേജിൽ കാണുന്ന 3 പാരഗ്രാഫ് മാത്രം മച്ചാന്മാർ പഠിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നുമില്ല. ഇനി കുറയ്ക്കാനും പറയരുത് കേട്ടോ. ആദ്യം നമ്മൾ ഇതൊന്ന് വായിച്ചിട്ട് ഇതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. പിന്നെ ടിപ്പണിക്കൊരു ടൈറ്റിൽ വേണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ കവിതൻ്റെ പേര് തന്നെയാണ് ഇവിടെയും ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളും അതന്നെയാണ് ചെയ്തോളി. എന്നാലേ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അർത്ഥം ഇതങ്ങോട്ട് പിടിച്ചോളി. हिंदी साहित्य के प्रमुख कवि श्री धर्मवीर भारत की एक शानदार प्रतीकात्मक कविता है टूटा पहिया. അതായത് ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായ ശ്രീ ധർമ്മവീർ ഭാരതിയുടെ ഒരു മനോഹരമായ പ്രതീകാത്മകമായ കവിതയാണ് ടൂട്ട पहिया. ഇസ് കവിത മേ, ഈ കവിതയിൽ കവി ടൂटे पहिए को, കവി പൊട്ടിയ ചക്രത്തെ, ലഘു और उपेक्षित मानव के प्रतीक के रूप में चित्रित करता है. നിസാരമോ അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ മനുഷ്യരുടെ പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ കവിതയിൽ ടൂട്ട पहिया എന്നതിൻ്റെ പ്രതീകം ലഘു അല്ലെങ്കിൽ ഉപേക്ഷിത മാനവാണെന്നർത്ഥം.
ഈ ഒരു കവിതയിൽ നിന്നും ടൂട്ട പഹിയ കിസ്ക പ്രതീക് ഹെ, അതായത് ടൂട്ട പഹിയ എന്തിൻ്റെ പ്രതീകമാണ് എന്ന ഒരു ചോദ്യം ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ കൂട്ടുകാർ ലഘു ഓർ ഉപേക്ഷിത് മാനവ്ക എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. ഇസ് കവിതാമേം, ഈ കവിതയിൽ കവി ഹമേം യാദ് ദിലാത്ത ഹെ, കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കി ഭലേ ഹി പഹിയ ടൂട്ട് ഗയാ ഹോ, അതായത് ചക്രം പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ക ഇസ്തേമാൽ, ഇതിൻ്റെ ഉപയോഗം, ഇസ്തേമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗം, ആപത് കാൽമേം കിയാ ജാ സക്താ ഹേ, ആപത് ഘട്ടത്തിൽ അതായത് അനിവാര്യമായ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഓർ ഇസ്ലിയെ ഇസെ ചോഡ്ന മത്, അതിനാൽ ഇതിനെ ഉപേക്ഷിക്കരുത്. ചോഡ്ന എന്നാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ചോഡ്ന മത് എന്നാൽ ഉപേക്ഷിക്കരുത്. ഇവിടെ പറഞ്ഞതിൻ്റെ സാരാംശം, പൊട്ടിയ ചക്രമാണെങ്കിലും അതിനെ നിസാരമെന്ന് കരുതി നമ്മൾ ഉപേക്ഷിക്കരുത്. ചിലപ്പോൾ ആപത് ഘട്ടത്തിൽ ആ ചക്രം നമുക്കൊരു ഉപകാരമായി മാറിയേക്കാം എന്നതാണ്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങാം. അപ്ന വിചാർ പ്രസ്തുത് കർണേ കെ ലിയെ, തൻ്റെ ആശയം പ്രകടിപ്പിക്കുന്നതിനായി കവി മഹാഭാരത് യുദ്ധ കാ ഏക് ദൃശ്യ കാ വിവരൺ ദേത്താ ഹെ, കവി മഹാഭാരത യുദ്ധത്തിലെ ഒരു ദൃശ്യത്തിൻ്റെ വിവരണം നമുക്ക് നൽകുന്നു. അപ്നെ മാർഗ് കോ അസത്യ ജാൻതേ ഹുയേ ബി, തങ്ങളുടെ മാർഗം അസത്യമാണ് അല്ലെങ്കിൽ അധർമ്മമാണ് എന്നറിഞ്ഞിട്ട് പോലും ബഡേ ബഡേ മഹാരഥിയോനെ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ, നിരായുധ് അഭിമന്യുക്കോ, നിരായുധനായ അഭിമന്യുവിനെ മാർനേക്ക് കോശിഷ് കിയ, കൊല്ലാനായി ശ്രമിക്കുന്നു. ലേക്കിൻ ഉസ് സമയ്, എന്നാൽ ആ സമയത്ത് അഭിമന്യു രഥ് കാ ഏക് ടൂട്ടാ ഹുവ പഹിയാക്കോ, രഥത്തിൻ്റെ ഒരു പൊട്ടിയ ചക്രത്തെ ആയുധ ബരാക്കർ, ആയുധമാക്കി മാറ്റിക്കൊണ്ട് ശത്രുവോം കാ സാമ്ന കിയ, ശത്രുക്കളെ നേരിടുന്നു. സാമ്ന കർണ എന്നാൽ നേരിടുക എന്നാണ് അർത്ഥം. ഒരു ഉപേക്ഷിക്കപ്പെട്ട ചക്രം എങ്ങനെയാണ് അഭിമന്യുവിന് ആപത് ഘട്ടത്തിൽ സഹായിയായി മാറിയതെന്ന് കൂട്ടുകാർ കണ്ടല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം. യഹാം കവി കഹത്തെ ഹെ കി ഇസ് പ്രകാർ കി അധാർമിക ഘടന ആജ് ബി സംഭവ് ഹെ, ഇവിടെ കവി പറയുകയാണ് എന്തെന്നാൽ ഇത്തരത്തിലുള്ള അധാർമികമായ സംഭവങ്ങൾ ഇന്നും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഘടന എന്നാൽ സംഭവം എന്നാണ് അർത്ഥം. അതായത് മഹാഭാരത യുദ്ധത്തിനിടെ തിന്മയുടെ മാർഗത്തിലൂടെ മഹാരഥന്മാരായ ആളുകൾ അഭിമന്യുവിനെ കൊല്ലാൻ ശ്രമിച്ച അതേപോലെ തന്നെ ഇന്നും നിരപരാധികളായ പലരെയും നശിപ്പിക്കാൻ പല അധികാരികളും പലതും പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇന്നും അധാർമികമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കവി പറയാൻ കാരണം. അടുത്ത സെന്റൻസ്, ജബ് സമാജ് അധർമ്മ കി രാസ്തേ മേം പട് ഗയി, എപ്പോഴാണോ സമൂഹം അധർമ്മത്തിൻ്റെ വഴിയിൽ പെട്ടുപോകുന്നത്, തബ് അപ്പോൾ അഭിമന്യു ജൈസെ കിസി സാഹസിക വ്യക്തിക്കോ, അഭിമന്യുവിനെ പോലുള്ള ഏതെങ്കിലും ഒരു സാഹസികനായ വ്യക്തിക്ക്, ലഘു മാനവ് കി നിസാരമായ മനുഷ്യൻ്റെ സഹാര ലേന പടേക, സഹായം ആവശ്യമായി വരും. ഇസ്ക മത്ലബ് യഹ് ഹേ കി, ഇതിൻ്റെ അർത്ഥം ഇതാണ്, സമാജ് മേം ഹർ ചീസോം കാ അപ്ന അപ്ന മഹത്ത് ഹേ, സമൂഹത്തിൽ ഓരോ വസ്തുവിനും അതിൻ്റേതായ മൂല്യമുണ്ട്. तो किसी भी चीज़ को तुच्छ या ഉപേക്ഷിത് സമജ്കർ ന ഫേങ്ന ചാഹിയെ, അതുകൊണ്ട് ഒരു വസ്തുവിനെയും നിസാരമെന്നോ ഉപേക്ഷിക്കപ്പെട്ടതെന്നോ മനസ്സിലാക്കിക്കൊണ്ട് നാം വലിച്ചെറിയരുത്. ഇപ്പോൾ ഈ കവിതയുടെ ആശയം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതായത് ഈ ലോകത്ത് ഒന്നും നിസാരമല്ല, അതല്ലെങ്കിൽ ഒരു വ്യക്തി പോലും നിസാരനല്ല. എന്തെങ്കിലും ആപത്ത് വന്നു പെടുന്ന സമയത്ത് എത്ര കരുത്തനായ വ്യക്തിയായാൽ പോലും ഒരു പക്ഷേ അയാൾക്ക് ദുർബലനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സഹായം തേടേണ്ടി വരും. അതിനാൽ ഒരു വ്യക്തിയെയും അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ പോലും നിസാരമെന്ന് കരുതി അവഗണിക്കരുത് എന്നാണ് കവിതയുടെ ആശയം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഷോർട്ട് ബ്രേക്ക്. പിന്നെ പോണ വഴിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. എന്നാൽ ശരി, ബൈ, താങ്ക്സ്.